ഇത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് വാങ്ങിയിട്ടെങ്കിൽ ഉടനെ ചോദിക്കുക, ഇതൊക്കെ അവർ ചെയ്ത തെറ്റാ? ഇതിങ്ങനെ എഴുതി പ്രചരിപ്പിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇത് അള്ളാഹ് വിലക്കിയതല്ലേ? എങ്കിൽ നിങ്ങൾ തന്നെയാണ് പാപികൾ, പോവിടുന്നത് എന്നറിയാം. എന്നിട്ട് ആ നോട്ടീസ് അവന്റെ മുമ്പിൽ വെച്ചിട്ട് പിച്ച് ചീന്തി ഒറ്റ കയറും വെച്ചു കൊടുക്കുക. കാരണം അവൻ ചെയ്യുന്ന തോന്നിയാസാണ്, അള്ളാഹ് വിലക്കിയ ഡബിൾ ശിക്ഷയുടെ തോന്നിയാസം. മനസ്സിലായില്ലേ? ആ പണി ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് നാവടക്കൂ, മനുഷ്യരെ നിങ്ങൾ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് നിങ്ങളുടെ നാവ്. അതുകൊണ്ട് തന്നെ ആ നാവിനെ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ചോദിച്ചു, മൻ നജാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് വിജയം? അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ കെട്ടിയിടുക. രണ്ട് സ്ത്രീകളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, ഒരു സ്ത്രീ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കും, നോമ്പുണ്ട്, സദക്കുണ്ട്, പക്ഷേ അയൽവാസികളുടെ ഇറച്ചി തിന്നും, അന്യനെ കുറിച്ചൊക്കെ പറയും. നബി പറഞ്ഞു അവള് നരകത്തിലാണ്. 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ച് നോമ്പ് വെച്ച് സദക്ക കൊടുത്തിട്ടും നരകത്തില്. എന്താ? ഓരോ ന്യൂനത നോക്കി ഇങ്ങനെ നടക്കുക. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ഫോൺ കോൾ വന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ഞാൻ ചോദിക്കും, റെക്കോർഡ് ഉഷാറായിട്ട് എടുക്കണ്ടല്ലേ? ഗംഭീരല്ലേ? അല്ലെ? സന്തോഷം ഉണ്ടായിട്ടില്ലേ? ഒരു തിന്മ ചെയ്യാൻ ആവേശം കിട്ടിയിട്ടില്ലേ? ദുഷ്ടപ്രചരണം നടത്താൻ കുറച്ച് പോയിന്റ് കിട്ടിയോ? കിട്ടി. അത് കഴിഞ്ഞപ്പോ നടക്കൂലേ? നടക്കും. നരകമാണോ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ മിണ്ടില്ല. അതെ അല്ലേ? അല്ലേ? മനുഷ്യന്റെ ജീവിതം ചതി, വഞ്ചന മുസ്ലിമിന് ചേർന്നതല്ല, മുസ്ലിമിന് ചേർന്നതല്ല. ഒരാളും ചെയ്യാൻ പാടില്ല, ഒരു പ്രസ്ഥാനവും ചെയ്യാൻ പാടില്ല. നേർക്ക് നേരെ കൂടെ കൂടികളായി അമ്മായി പണി എടുക്കരുത്. പടച്ചോനുണ്ട്, പടച്ചോൻ കാണും. ഖുർആനിലെ 17-ാം അധ്യായം 13-ാമത്തെ വചനം, തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കിതാബ് കിട്ടും. എല്ലാരും ഓർക്കണം. ആ കിതാബ് കയ്യിൽ വാങ്ങിയിട്ട് 18-ാം അധ്യായം 49-ാമത്തെ വചനം. എന്തൊരു കിതാബാണ് പടച്ചോനേത്! ചെറുതും വലുതായ എല്ലാം ഞാൻ ഇരുന്ന് എഴുതിയത്. എന്നോട് ഒരു മടവൂരി എന്റെ നാട്ടിലുണ്ട്, സ്റ്റേറ്റിലൊരു നേതാവാ. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, സംഗതി മൻസൂർ അലിക്കും സുല്ലമിക്കും നല്ല കോളാണ്. ഞാൻ ചോദിച്ചാ എന്താ? ഒരു വെറുതെ ഇരിക്കൂല. ഒരു മഹാഹദീസ് പണ്ഡിതൻ തോന്നിയാസം പ്രചരിപ്പിക്കുന്നതിൽ 1-ാം നമ്പർ ആണ് എന്ന് ഒരു മടവൂരി എന്നോട് പറഞ്ഞതാണ്. ചെമ്മാട്ടുകാരനടുത്ത് ഓൻ ഇതിന്റെ ഹെഡ് ഓഫീസ് ആണ് അത്രേ. ഇത് ഇറച്ചി നിന്നതിന്റെ അതിനു വേണ്ടി മാത്രമായിട്ടൊരു ജന്മം. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്താ മനുഷ്യന്റെ അവസ്ഥ. നിങ്ങളോടൊക്കെ ഉപദേശിക്കാൻ എനിക്ക് പൂതിയുണ്ട്. നിങ്ങളെ വന്ന് കണ്ടിട്ട് പരലോകമുണ്ട്, അന്ത്യദിനമുണ്ട്, വിചാരണയുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ എന്ത് പറ്റുന്നു? കാലത്തിന്റെ ദൈർഘ്യം അവരിലെ പലരെയും തെമ്മാടികളാക്കി എന്ന് അല്ലാഹ് പറയും. 50-ാം അധ്യായം. വല്ലാത്തൊരു കാര്യമാണത്. 16-ാമത്തെ വചനം. ഈ ഒരു ദുര്യോഗം ഉണ്ടാകരുത്. ഇത് പറഞ്ഞാൽ ചിലർക്ക് നിങ്ങളെ വിമർശിക്കാം, അല്ല നിങ്ങളെ തിരുത്തി തരിക. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ തിരുത്താൻ ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്തതുകൊണ്ട്, നിങ്ങളെ തിരുത്താൻ ഇസ്ലാമുള്ള ഒരു മനുഷ്യനും സന്നദ്ധനാകാത്തത് കൊണ്ട് പറയാൻ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നരകമാണ് കൊയ്തെടുക്കുന്നത്, സ്വർഗമല്ല ഇത്, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. അല്ലാഹ് പറയോ, നീ ഇത്ര അന്യന്റെ ഇറച്ചി തിന്ന നോട്ടീസ് ഇറക്കില്ലേ, എനിക്ക് സ്വർഗത്ത് 10 കൂലി എന്നല്ല പറയോ? കേന്ദ്രമിനോട് പറയോ? ISMനോട് പറയോ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് അല്ല പറയോ? പറയില്ല മനുഷ്യരെ, പറയില്ല. പരലോകമതല്ല. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ പേടിക്ക് പടച്ചോനുണ്ട്, കണ്ടുമുട്ടും. എന്നിട്ട് അള്ളാഹ് പറയുന്നെന്താ? അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല പണിയെടുക്കണോ? നല്ല പണിയെടുക്കും. ഇതൊന്നും ഫിത്ന ഉണ്ടാക്കല്. നോക്കൂ, അല്ലാഹ് ഭൂമിയിൽ ഫസാദ് ഇഷ്ടപ്പെടില്ല. ഖുർആനിലെ 7-ാം അധ്യായം 56-ാമത്തെ വചനം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ. സൂറത്ത് ബഖറ 191-ാമത്തെ വചനം. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകരമാണ് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുകയാണ്. ഫിത്ന മാത്രം. ഇന്നലെ എനിക്ക് 5-8 സ്ഥലത്തുനിന്ന് വിളിച്ചു. എടക്കരയെന്ന് വിളിച്ചു, മഞ്ചേരിന്ന് വിളിച്ചു, വണ്ടൂരിന്ന് വിളിച്ചു, തിരൂരിന്ന് വിളിച്ചു, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിളിച്ചു. എല്ലാ സ്ഥലത്തും മടവൂരികൾ നോട്ടീസ് വിതരണം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അല്ലാഹു പിന്നെ മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ. ആഖിറത്തിന് വേണ്ടി സൃഷ്ടിച്ചവരുണ്ട്, ദുനിയാവിന് വേണ്ടി സൃഷ്ടിച്ചവരുണ്ട്. ഒരു ദുനിയാവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കാം, അതുകൊണ്ട് അവർ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നു. ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ മൗനം ദീക്ഷിക്കുക.
ഞാൻ തുറന്നു പറയാം, എന്നെ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. എനിക്കൊരു മൊബൈലിന് മെസ്സേജ് പോലും അയക്കാൻ അറിയില്ല. പഠിക്കാതിട്ടാ. എന്തിനാ എന്റെ മൊബൈലിൽ ഇരുന്ന മെസ്സേജിന് പകരം അയക്കുകയാണെങ്കിൽ ഈമാനിന് പുറത്തു പോകും. അള്ളാഹ് അവിടുന്ന് ഒരു തെമ്മാടിത്തം ചെയ്ത അവിടുന്ന് ഒരു തെമ്മാടിത്തം ചെയ്ത അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അവനെ ഇഷ്ടപ്പെട്ടോളില്ല. തെമ്മാടിത്തത്തിന് പകരം തെമ്മാടിത്തമല്ല, തോന്നിയാസത്തിന് പകരം തോന്നിയാസമല്ല. അല്ല, നമ്മൾ ആരും ആ നിലക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഒരു മെസ്സേജ് അയക്കും, എന്തിനാ വെറുതെ പാവയൊക്കെ എടുക്കുന്നത്? ഇത് യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇടതു ഭാഗത്തും വലതു ഭാഗത്തും രണ്ട് മലക്കുകൾ, ഒരു വാക്കും നീ ഉച്ചരിക്കണില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, ബി കെയർഫുൾ. ഖുർആനാ പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. 50-ാം അധ്യായം 16, 17, 18, 19 വചനങ്ങൾ. എന്തിനാണ്? അള്ളാഹ് അറിയുന്നുണ്ട്. ഞാൻ ഇത്ര ചിന്തിക്കണം. പടച്ചോന്റെ ഖുർആനിൽ ഞാൻ എന്തുച്ചരിച്ചാലും റെക്കോർഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് സ്വയം പറയുന്നു, നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു, നമുക്കൊരു ബാധ്യതയുണ്ട്. നന്മ കൽപ്പിക്കുക, നല്ലത് പറയാ, തിന്മ എന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ചെയ്യരുതേ എന്നവർ ഉപദേശിക്കുക. അല്ലേ? ഇസ്ലാമിന്റെ നിങ്ങൾ നോക്കൂ, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ ഒരു താബിഈൻ. ഈ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വലിയൊരു മ്ലേച്ഛ പ്രവൃത്തി ചെയ്തു എന്ന് കേട്ട് ഒരാൾ പറഞ്ഞെന്നോട്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിങ് പിടിച്ച്, കേട്ടോളി, എനിക്ക് മുജാഹിദ്, പരലോകത്തിൽ വിശ്വസിക്കുന്ന മുജാഹിദുകളോടാ പറയുകയാണ്. കയ്യങ്ങട് പിടിച്ചു. ആ കയ്യും പിടിച്ച് അങ്ങോട്ട് ചെയ്യുന്നു. ആരാണോ തന്നെ പറ്റി ആരോപണം പറഞ്ഞ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, നിങ്ങള് എന്നെ പറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞു, അതുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അല്ല, നിങ്ങൾ നുണയാ പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ദാറ്റ്സ് ഓൾ. അതാണ് സലഫിയ്യത്ത്. ഖലാസ്. നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത മുസ്ലിങ്ങളെ, മറ്റുള്ളവരുടെ ന്യൂനതയും നോക്കി നടക്കുന്നവരെ, മുഖത്ത് മാംസമില്ലാത്തവരായി, നരകത്തിന്റെ അടിത്തട്ടുകാരായി നിങ്ങൾ വരുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകളോട് വളരെ ഗൗരവമായി ഞാൻ പറയും, ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ഊളിയിട്ട് ചാനലുകളും പത്രങ്ങളും, പടച്ചോൻ അനുഗ്രഹിച്ചതാ കേരള നേതൃത്വത്തിൽ മുജാഹിദീനെ, ഒരു പത്രമില്ലാത്തത്, തോന്നിയാസ് എഴുതാൻ വേണ്ടി മാത്രം പത്രം. അത് മുസ്ലിം പത്രമായാലും അല്ലാത്ത പത്രമായാലും. പത്രം എന്ന് പറഞ്ഞാലും ക്യാമറ കണ്ണ്, ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്റെ അടുക്കള വരെ ഒപ്പിയെടുക്കുക. മുസ്ലിമിന് പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. തമ്മാടികളിൽ നിന്ന് ന്യൂസ് കേട്ടാൽ അത് പ്രചരിപ്പിക്കേണ്ടവരല്ല നിങ്ങൾ. കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു തീരുമാനമെടുക്കരുത് എന്ന് ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചു. 49-ാം അധ്യായം 6-ാമത്തെ വചനം. മനസ്സിലായില്ല നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഖുർആൻ വായിക്കാൻ സമയമില്ല നമുക്ക്, ഹദീസ് വായിക്കാൻ സമയമില്ല നമുക്ക്, പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കാൻ സമയമില്ല നമുക്ക്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ഒരു പ്രഗൽഭനായ താബിഈൻ. അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ച് സലാം വിട്ടിയ ഉടനെ പോകും. ഏതാനും ദിക്റുകൾ അവിടെ ഇരുന്നില്ല, എന്നിട്ട് ഉടനെ പോകും. അധിക ദിവസം അങ്ങനെ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, മഹാന്മാരായ താബിഈകൾ ചോദിച്ചു, എന്താ ഞങ്ങളെ കൂടെ ഇരുന്ന് വർത്താനം പറയാത്ത? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേഗത്ത് പോകുന്നത് സഹാബികളുടെയും താബിഈങ്ങളുടെയും ആസാറുകളുടെ കൂടെ ഇരിക്കാൻ, അവരുടെ ജീവിതം പഠിക്കാൻ ലൈബ്രറിയിലേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ പള്ളിയിൽ ഇരുന്നിട്ട് അന്യന്റെ ഇറച്ചി തിന്നാണ്. മിക്ക പള്ളികളും ഇന്ന് മനുഷ്യന്റെ ഇറച്ചി തിന്നുന്ന കേന്ദ്രങ്ങളാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ശരിയല്ല. പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ മാർഗമല്ല ഇത്. അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ട ദിവസമുണ്ട്. 2-ാം അധ്യായം 281-ാമത്തെ വചനം. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒറ്റക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഉമ്മ നിങ്ങളെ പ്രസവിച്ച അവസ്ഥയിൽ ഉറാത്തൻ ഉസാത്തൻ, നഗ്നപാതരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, അതേ ഡ്രസ് ധരിക്കാത്തവരായി പടച്ചോന്റെ മുമ്പിൽ ചെന്നു. ഈ ഒരു ബോധമുള്ളവർ കള്ളം പറയില്ല, നുണ പറയില്ല, തോന്നിയാസം പ്രചരിപ്പിക്കില്ല, ഇല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടെ അതിൽ ഞാൻ ചേർത്ത് പറയാം. നീളമുള്ള താടിയുള്ള ഒരാളാണ് ഞാൻ. ഇസ്ലാഹി രംഗത്ത് ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി. കേരളത്തിൽ ഞാൻ ചെന്നു ചേരാത്ത ഒരൊറ്റ സ്ഥലവുമില്ല എന്നെനിക്ക് ഉറച്ചു പറയാൻ കഴിയും. ഈ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയുടെ മീഡിയകളുടെ പ്രചരണമനുസരിച്ച്
താടിയുള്ളവരെ പോലീസുകാർ ഭയപ്പെട്ടു, ജനങ്ങൾ ഭയപ്പെട്ടു, ഭീകരവാദികളായി ചിത്രീകരിച്ചു. സമൂഹത്തെ മുഴുവനും സ്നേഹിക്കുന്നത് കൊണ്ട്, അവർക്ക് ഇസ്ലാം ഉണ്ടാകണമെന്ന് വിശ്വസിച്ചതുകൊണ്ട്, ജാതി മതഭേദമന്യേ മനുഷ്യർക്ക് തീവ്രവാദത്തിനെതിരെ ശ്രദ്ധിച്ചതുകൊണ്ട്, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും രാഷ്ട്രീയ അരാജകത്വങ്ങളെയും പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് എതിർത്തതുകൊണ്ട്, അപ്പോ കള്ളത്തരം എഴുതരുത്, പടച്ചോനറിയുണ്ട്, പടച്ചോനെ പേടിക്കുക. ഞാനും നിങ്ങളും സ്വകാര്യത്തിലും രഹസ്യത്തിലും അത്രേ ആവശ്യമുള്ളൂ. മനസ്സിലായോ? പിന്നെയുള്ള പ്രചരണങ്ങൾ അതിന് മറുപടി അറിയാൻ വന്നല്ലേ ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം. ഇവിടെ ആ നിലക്കുള്ള ചില മനസ്സിലാക്കിയ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങളോട് എനിക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കില്ല, നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് കേടാണെന്നാ പറയുന്നത്. നിങ്ങളുടെ ഇഹലോകത്ത് ഇതുകൊണ്ട് എന്താന്ന് കേട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എം അക്ബറിനെ കുറിച്ചുള്ള നോട്ടീസ് ഇന്ന് എനിക്ക് കിട്ടി. ബഹുമാന്യനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് കഴിയുന്ന എന്തൊക്കെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഒന്ന് വായിച്ചൂടെ നിങ്ങൾക്ക് ജീവിതത്തില്? എത്ര നല്ല നോളജ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ചെങ്ങായിമാരെ, മനുഷ്യൻ മലക്കല്ല, മനുഷ്യനാണ്. മനുഷ്യനാണ്, മലക്കല്ല. ഈ തോന്നിയാസ് ഇങ്ങനെ ഒരു വ്യക്തിനെ പറ്റി പ്രചരിപ്പിച്ചിട്ട് ഒരാൾ മുസ്ലിം ആവുമോ? എന്തെങ്കിലും ഒരു ഗുണം ദുനിയാവിലുണ്ടോ? നിങ്ങൾക്ക് ആ മഷിയും പേനയും കടലാസും പോയി പടച്ചോന്റെ അടുത്ത് ശിക്ഷയും കിട്ടിയെന്നല്ലാതെ വെറുതെ ഇരുന്നു. നിങ്ങൾക്ക് ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിച്ച പോലെ നിങ്ങൾക്ക് നിങ്ങളെ പാവം എണ്ണിക്കൂടെ? ലജ്ജ തോന്നുന്നില്ല നിങ്ങൾക്ക്? വെറുതെ ഇരുന്നിട്ട് ഒറ്റക്ക് മാറി ഇരുന്നിട്ട് ഇതൊക്കെ നല്ലതാണോ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലോ, ഇപ്പൊ ലോകത്ത് എവിടെയൊക്കെ അറബ് രാജ്യങ്ങൾ, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരൊക്കെ നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിഞ്ഞു. ഒരു പ്രശ്നവും എനിക്കില്ല. കാരണം പരലോകം ഉണ്ട് എന്ന് വയലിൽ പ്രസംഗിക്കാൻ വേണ്ടി വിശ്വസിച്ച ഒരാളല്ലേ, അത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്, നല്ല കണിശമായി തന്നെ. അതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒറ്റ വിശ്വാസപ്പെട്ടുള്ളൂ. ആരെയും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ജാതി ഇതൊന്നും മതമല്ല, ഇതൊന്നും മതപ്രബോധനമല്ല, ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ച പറയൽ ആവശ്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളോട് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, ജീവിതത്തിലുടനീളം ഖുർആനും സുന്നത്തുമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അതാണ് നമുക്ക് പ്രമാണം. അതനുസരിച്ച് ജീവിച്ച സഹാബികളുടെ ജീവിത രീതിയാണ്. അതുകൊണ്ട് എനിക്ക് ശുദ്ധമായ ഈ മഹാനായ സഅദ് ബിൻ അബി വഖാസ് മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നതിന് മുമ്പ് സഹാബികളുടെ കൂടെ റസൂൽ ഇരുന്നിട്ട് പറഞ്ഞേ, ഒരാളിങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. ഒരാളിങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. സഹാബികൾ നോക്കുമ്പോണ്ട് പിന്നെ മഹാനായ സഹാബി കടന്നു വരുന്നു. ഈ സഹാബി കടന്നു വന്നപ്പോ അവർ നോക്കി. 3 തവണ ഈ റസൂല് സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച് നബി ഇയാള് സ്വർഗത്തിലാണ്. അപ്പൊ ഒരു സഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് ഈ സഹാബിയുടെ വീട്ടിൽ പോയിട്ട് കടന്നു. എന്താ ഇയാൾക്ക് പ്രത്യേകത എന്ന് പഠിക്കാൻ 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇബാദത്തോ ഒരു പ്രവൃത്തിയോ ഒരു ഗുണോ ഒന്നും കണ്ടില്ല. തിരിച്ചു പോരാതെ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, അല്ല ഇങ്ങനെ നബി പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ്, ആ ഗുണം എന്നറിയാൻ ഞങ്ങളെക്കാളും നിങ്ങൾ സ്വർഗത്തിലാണെന്ന് 3 തവണ നബി പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വിരിപ്പിലേക്ക് കിടക്കാൻ പോകുമ്പോ ഒരാളോടുള്ള ദേഷ്യവും എന്റെ മനസ്സിൽ ഉണ്ടാകാറില്ല. അങ്ങനെയാണ് ഞാൻ കിടക്കല്. നമ്മള് പ്രധാനപ്പെട്ട ഒരു പ്രബോധകനെ കുറിച്ച് 1.5 മണിക്കൂർ ഫോണിലൂടെ പച്ചർച്ചി തിന്ന് ആ വൈരൊക്കെ ആയിട്ട് അവനെ കിട്ടിയ കാലയ്ക്ക് കുടിക്കുക എന്നുള്ള നിലക്കാണ് ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് കിടക്കണത്. സഅദ് ബിൻ അബി വഖാസിന്റെ പ്രത്യേകത അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത നല്ല ഹൃദയവുമായിട്ട് കിടന്നു. സ്വർഗം ഉറപ്പാ. അതുകൊണ്ട് അസൂയയില്ലാത്തൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. വിശുദ്ധ ഖുർആനിൽ 26-ാം അധ്യായം 88-89 പറയുന്ന ഒരു വാചകമുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു പറയാൻ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉപകരിക്കാത്തൊരു ദിവസമുണ്ട് മനുഷ്യരെ, കുറ്റമറ്റ മനസ്സുമായി അള്ളാനെ കണ്ടുമുട്ടുക. എല്ലാരെ കുറിച്ചുള്ള പരദൂഷണം, കുറ്റങ്ങള്, ന്യൂനതകള്, ദേഷ്യം, വിരോധം, കോപം, ക്രോധം ഇതൊക്കെ മനസ്സിൽ നിറച്ച സ്വർഗം കിട്ടൂല. മക്കളും സമ്പത്തും കൂടിയൊന്നും ഉണ്ടായിട്ട് പരലോകത്ത് കാര്യമില്ല. നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്ക് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോ പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോ ഒന്നാമതായി അള്ളാന്റെ ഏകത്വം, അവനോട് മാത്രമുള്ള പ്രാർത്ഥന, അവന്റെ മുമ്പിൽ മാത്രമുള്ള നേർച്ച, അവനെ മാത്രമുള്ള ആരാധന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള ജീവിതം, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം. എന്റെ വാക്കും പ്രവൃത്തിയും എല്ലാം വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, വിശ്വാസ, കർമ്മ, ആചാര മേഖലകളിലെല്ലാം അള്ളാഹു എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് പടച്ചോന്റെ ഇഷ്ടപ്രകാരം എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ശരിക്കും ഉൾക്കൊള്ളുന്നവനാണ് സാക്ഷാൽ വിശ്വാസി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.